സംസ്ഥാന നേതൃത്വത്തിനും കടുത്ത അതിർത്തിയുള്ള സാഹചര്യത്തിലാണ് ഇ പിക്കെതിരെ നടപടിക്ക് സാധ്യത തെളിയുന്നത്. കൂടിക്കാഴ്ച പാർട്ടിയിൽ നിന്നും മുതിർന്ന നേതാവ് തന്നെ മറച്ചുവെച്ചത് ഗൗരവകരമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇ പി ജയരാജന്റെ കൂടിക്കാഴ്ച പിണറായിയുടെ അറിവോടെ എന്ന വിമർശനം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര സജീവമാണെന്നാണ് വിമർശനം. നേരത്തെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം ഇടതും BJP-യും തമ്മിലാണ്. BJP-യുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് തുടങ്ങിയ ഇ പിയുടെ പരാമർശങ്ങൾ തന്നെ വിവാദമായിരുന്നു. ഈ വിവാദം കെട്ടടങ്ങും മുൻപാണ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയും അടുത്ത പണിയായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രധാന പ്രചാരണമായിരുന്നു ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നത്. എന്നാൽ BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം വോട്ടെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ സമ്മതിച്ചത് CPM-നെ കനത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളായ MA ബേബിയും AK ബാലനും ഉൾപ്പെടെയുള്ളവർ ഇ പി ജയരാജനെ പരസ്യമായി തള്ളിപ്പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ചപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാത്രമാണ് ഇ പിയെ അല്പമെങ്കിലും ചേർത്ത് പിടിച്ചിരുന്നത്. ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം നടത്തിയ തുറന്നു പറച്ചിൽ CPM കേന്ദ്ര നേതൃത്വത്തെയും ഞെട്ടിച്ചിരിക്കുന്ന കാര്യമായിരുന്നു. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം BJP-യുടെ മുതിർന്ന നേതാവുമായി വീട്ടിൽ കൂടിക്കാഴ്ച നടത്തി എന്നത് നിസ്സാരമായി തള്ളിക്കളയാനാവില്ല എന്ന വികാരമാണ് നേതാക്കൾക്കുള്ളത്. കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് ചോരുന്നത് പാർട്ടി ആയുധമാക്കുമ്പോൾ ഈ ചർച്ച വൻ തിരിച്ചടിയെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ കാണുന്നത് സാധാരണമാണ്. എന്നാൽ BJP നേതാവ് CPM-CC അംഗത്തെ വീട്ടിൽ വന്ന് കാണുന്നത് അസാധാരണമാണ്. അങ്ങനെയൊരു കൂടിക്കാഴ്ച നടന്ന ശേഷവും ജയരാജൻ പാർട്ടിയെ ഇക്കാര്യം അറിയിച്ചില്ല. ഇത് അറിയിക്കേണ്ട ബാധ്യതയുണ്ടായിരുന്ന നേതാവ് മൂടിവെച്ചത് പാർട്ടി വിരുദ്ധമാണ്. കർശനമായ നടപടി ആലോചിക്കേണ്ടി വരുമെന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. മുൻപ് ബന്ധുനിയമന വിവാദം ഉയർന്നപ്പോൾ കേന്ദ്ര നേതാക്കൾ ഇടപെട്ടാണ് ഇ പി ജയരാജനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പുതിയ വിവാദത്തിൽ കേരളത്തിൽ ആലോചിച്ച ശേഷം എന്ത് നടപടി വേണമെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യും. കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാലിനെ BJP-യിലേക്ക് എത്തിക്കാൻ ചരട് വലിച്ചയാളാണ് ജാവേദ്കർ. ഇ പിയുടെ BJP ബന്ധത്തെക്കുറിച്ച് ആദ്യം ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ഇ പി ജയരാജന് ബിസിനസ് കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന് VD സതീശൻ ആരോപിച്ചിരുന്നു. BJP CPM എന്ന് പറയുന്നത് പോലെയാണ് നിരാമയ വൈദേകം റിസോർട്ട് എന്ന പെരുമാറ്റമെന്നും സതീശൻ ആരോപിച്ചിരുന്നു. ഇതിനിടെയാണ് BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തി ഇ പി ജയരാജൻ തന്നെ രംഗത്ത് വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന മത്സരം BJP-യും ഇടതുമുന്നണിയും തമ്മിലെന്നായിരുന്നു ഇ പിയുടെ പ്രസ്താവന. BJP സ്ഥാനാർത്ഥികൾ മികച്ചവരെന്നും വിശേഷിപ്പിച്ചിരുന്നു. ഇതിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തള്ളിപ്പറഞ്ഞപ്പോൾ ഇ പി തന്നെ തിരുത്തുകയായിരുന്നു.